പ്രകൃതിയുടെ കോടതി. 1000 വർഷം പഴക്കമുള്ള ആൽമരത്തണലിൽ അന്ന് പ്രകൃതിയുടെ കോടതി ചേർന്നു. മനുഷ്യനെ വിചാരണ ചെയ്യാൻ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒത്തുചൂടി. ഗജരാജനായ ഐരാവതമായിരുന്നു ജഡ്ജി. സാക്ഷിപീഠത്തിൽ ഓരോരുത്തരായി എത്തി. കുരുവി: മനുഷ്യന്റെ വികസനം ഞങ്ങളുടെ കൂടുകൾ തകർത്തു, ആകാശം കവർന്നു. പുള്ളിമാൻ: വിനോദത്തിനായി അവൻ ഞങ്ങളെ വേട്ടയാടി, കാട് കോൺക്രീറ്റാക്കി മാറ്റി. നായ: വിശ്വസ്തനായി കാവൽ നിന്ന് എന്നെ പ്രായമായപ്പോൾ അവൻ തെരുവിൽ ഉപേക്ഷിച്ചു. വൃക്ഷം: പ്രാണവായു നൽകിയ എന്നെ അവൻ കോടാലി കൊണ്ട് മുറിവേൽപ്പിച്ചു. പ്രതിക്കൂട്ടിൽ നിന്ന മനുഷ്യൻ തലതാഴ്ത്തി നിന്നു. ലാഭത്തിനും സുഖത്തിനും പിന്നാലെയുള്ള ഓട്ടത്തിൽ താൻ അന്ധനായിപ്പോയെന്നും ക്ഷമ ചോദിക്കാൻ പോലും തനിക്ക് അർഹയില്ലെന്നും അവൻ വിറയലോടെ ഏറ്റുപറഞ്ഞു. ഗജരാജൻ വിധി പ്രസ്താവിച്ചു. നിനക്ക് ഞങ്ങൾ ശിക്ഷ നൽകുന്നില്ല. കാരണം തിരിച്ചറിവാണ് ഏറ്റവും വലിയ ശിക്ഷ. പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ നീ നിന്റെ തന്നെ ആയുസ്സാണ് ഇല്ലാതാക്കുന്നത്. മാറ്റം നിന്നിൽ നിന്നാവട്ടെ. കോടതി പിരിഞ്ഞു മടങ്ങുമ്പോൾ മകൻ ചോദിച്ചു, അച്ഛാ, നമ്മൾ ജയിച്ചു തോറ്റു? മറുപടി പറയാനാവാതെ ആ പിതാവ് വിങ്ങിപ്പൊട്ടി. ആ വിധിയിൽ പരാജയപ്പെട്ടത് മനുഷ്യത്വമായിരുന്നു. തടവറയേക്കാൾ വലിയ പശ്ചാത്താപം അവനെ നീട്ടിക്കൊണ്ടിരുന്നു.